വെൽക്കം ബാക്ക് ടു ചാനൽ മിനിസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റേക്കേഷന് പോവുകയാണ്. എവിടെ എന്താന്നൊക്കെ ഉള്ളത് വീഡിയോയിൽ എല്ലാവരും കാണുക. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് സോന, നവമി ആൻഡ് അക്ഷയ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാലേ. നമ്മളങ്ങനെ കാത്ത് ഒടുവിൽ പോവുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ കയറിയിട്ട് 1.5 വർഷമായി. കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഈ വർഷമാണ് ഒന്ന് സഫലീകരിക്കുന്നത്. 6:30 ഷിഫ്റ്റിന് കയറി നമ്മൾ 1:30 ബാംഗ്ലൂർ ഫ്ലൈറ്റ് പോയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് പോസ്റ്റ് ഫ്ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. കാരണം അവിടെ ചെന്നാൽ നൈറ്റിലേക്കും പിന്നെ പിറ്റേ ദിവസം രാവിലേക്കുള്ള ഫുഡേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ GSO ഷൈനച്ചേട്ടൻ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ആശംസകൾ പറയാൻ വേണ്ടി. അങ്ങനെ ഷൈനച്ചേട്ടനോടും വിട പറഞ്ഞ് നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങുവാണ്. എന്താ കഴിച്ചതെന്ന് വെച്ചാൽ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ നമ്മുടെ കാർ ഡ്രൈവർ ഇതാ നബീലാണ് കേട്ടോ. ഏതാ പാട്ട്? പോകുമ്പോൾ നമുക്ക് 4 കാറും പിന്നെ ബൈക്കിലുമായിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. ഗേൾസ് എല്ലാവരും കാറിൽ മാക്സിമം കയറി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അപ്പുറത്തെ കാറിൽ നിന്നൊരു സാധനം എന്താണ് റംബൂട്ടാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരിപ്പോൾ എന്തിനെ കെട്ടിപ്പിടിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം കണ്ടതുകൊണ്ടായിരിക്കണം. ആ കാറിലങ്ങനെ തിങ്ങിക്കൂടിയിരിക്കല്ലേ. നമ്മൾ പോകുന്ന വഴിക്കുള്ള വ്യൂ ഒക്കെ പൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്നത് മലയാറ്റൂർ വഴിയാണ്. അപ്പോഴും നമ്മൾ സ്ഥലം എവിടെയെന്ന് പറഞ്ഞില്ലല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എന്നാലും കുഴപ്പമില്ല, എത്തിക്കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, നമ്മൾ പോകുന്ന വഴിക്ക് ആനയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. ജസ്റ്റ് മിസ്സിന് പോയി. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി. ഇതാണ് നമ്മുടെ വില്ല വരുന്നത്, ആർ ഗ്രീൻ ഹോംസ് കേട്ടോ. ഇത് അതിൻ്റെ എൻട്രൻസ് ആണ്. നമ്മളെല്ലാവരും ഉള്ളിലേക്ക് കയറിയ ഉടനെ അവിടെയുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് നോക്കി സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ട് അങ്ങനെയും നോക്കി നിൽക്കുകയാണ് അവിടെ. അക്ഷയിട്ടിരിക്കുന്ന ആ ട്രൗസേഴ്സിനെ കുറിച്ചാണ് കേട്ടോ അവിടെ സംസാരം. എന്തായാലും ഏറെക്കുറെ കാര്യം പിടികിട്ടിയല്ലോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഹോൾ വരുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ നമുക്ക് അടിയിലേക്ക് വരുന്നത് 3 റൂമും പിന്നെ മുകളിലേക്കായിട്ട് 2 റൂമുമാണ് വരുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ മുകളിലോട്ട് പോയി ഒരു റൂം പിടിച്ചു. അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെയാണ് ഈ കാണുന്നത്. കണ്ണാടി എല്ലാം സെറ്റായിരുന്നു. നമ്മളെല്ലാം കറക്റ്റ് നോക്കിയെടുത്ത് വാഷ്റൂം ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്നത്. എല്ലാം ക്ലീനും നീറ്റും ആയിരുന്നു കേട്ടോ. വൈഫൈ, TV, AC അങ്ങനെ വേണ്ട അത്യാവശ്യം സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ബാൽക്കണി ഏരിയയിൽ പോയിട്ട് 2 തള്ളും തള്ളി അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിൽക്കുകയാണ്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇത് ഇതാ വരുന്നത് ശ്രീതുലും നബിയിലും. അങ്ങനെ നമ്മുടെ വില്ലേൻ്റെ നേരെ മുൻപിൽ തന്നെ ആയിട്ട് ഒരു തട്ടുകട പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. നമ്മുടെ DM നിന്ന് അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ നമ്മുടെ കൂടെ വന്നെങ്കിൽ പോലും നാളെ രാവിലെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നേരത്തെ പോവും. നമ്മളെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇനി അടുത്ത DM ഇത് നമ്മുടെ ബിഷോപ്പ് സാറ്. എല്ലാം ജില്ലാണ്, വ്ളോഗാണെന്ന് പറഞ്ഞപ്പോൾ ഓടുവാണ് ആള്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഇതാണ് നമ്മുടെ വീട് കേട്ടോ. അവിടെ നിൽക്കുന്ന മരത്തിൽ മൽബറി ഉണ്ട് പറഞ്ഞിട്ട് മൽബറി പറിക്കാൻ നിൽക്കുന്നതാണ് കുറേ എണ്ണം. IX ടീമിൻ്റെ ഒപ്പം കട്ടൻ ഇരുന്ന് കുടിക്കുകയാണ് ഫായിസ്. സൺകിസ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിലത്തിരുന്ന് ഫോട്ടോ എടുക്കുന്ന പാർവതി അധീനയും. അങ്ങനെ ചായയിൽ ടൈഗർ ബിസ്ക്കറ്റ് മുക്കി കുടിക്കുമ്പോൾ യാസി പറയാണ് സ്കൂളാണ് ഓർമ്മ വരുന്നതെന്ന്. എങ്ങനെ ആയാലും ഒരു വൈബ് തന്നെ അല്ലേ അല്ലേ. ആ ഗ്ലാസ് പൊട്ടാത്തതിൻ്റെ സന്തോഷത്തിൽ സോന കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾ തിരിച്ച് പിന്നെ വില്ലയിലേക്ക് കയറുകയാണ്. നമ്മൾ കയറിയപ്പോൾ ഓരോരുത്തരായിട്ട് ഡാൻസും പാട്ടൊക്കെ കളിക്കാൻ തുടങ്ങി.
ചക്കര ചുണ്ടിൽ പാട്ട് കൊണ്ട് യാസി ഫേമസ് ആയി നമ്മുടെ താരമായി ഒരു അട്രാക്ഷനായി മാറിയത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾ പിന്നെ ഒരു ഈവനിങ് നൈറ്റ് ആവാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ പൂളിക്ക് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോൾ അറിയാലോ, കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പൂളിലെ കുളി കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ ലൈറ്റ് വർക്ക്സ് ഒക്കെ നന്നായിരുന്നു കേട്ടോ. എത്ര അവേഴ്സ് എന്ന് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും ഏകദേശം ഒരു 3-4 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ടാവും. ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാവരും പിന്നെ സൈഡായി ചേർന്ന് നിന്ന്. പിന്നെ നമ്മൾ ഫുഡ് വന്നു. ഫുഡ് നമുക്ക് ഇന്നുണ്ടായിരുന്നത് ഗീ റൈസും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിവിടെ കളി അറിയാത്ത കളി പഠിക്കാൻ പോവാണ്. ഇത് നമ്മുടെ യൂനോ കാർഡ് കളിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ. ഓക്കെ, ഫുഡ് കഴിച്ചതിന് ശേഷം ഉറക്കം വന്നെങ്കിൽ പോലും ആകെപ്പാടെ 1-2 ദിവസമല്ലേ ഇങ്ങനെ കൂടുള്ളൂ. നമ്മൾ യൂനോവും കളിച്ച് കിടന്ന് ഉറങ്ങിയത് ഒരു 12:30 ആയിട്ടാണ് കേട്ടോ. രാവിലെ നീച്ചപ്പോൾ തന്നെ നല്ല സൗണ്ട് കേട്ടിട്ടാണ് നീച്ചത്. കിളിനാദവും മഴയുടെ ഒച്ചയും. രാവിലെ നീച്ചപ്പോൾ ഉള്ളൊരു ക്ലൈമറ്റാണിത്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റെഡിയായി തിരിച്ച് പോകാൻ നിൽക്കുവാണ്. പോകുന്നതിന് മുൻപ് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. അവിടുത്തെ ബാൽക്കണിയിലെ ബാക്ക്ഗ്രൗണ്ട് കൊള്ളാവുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് തന്നെ എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുവാണേ. ആ ഒരു സമയത്തേക്ക് ഫുഡും കൊണ്ട് ഫുഡ് കൊണ്ടുവന്ന ആള് തന്നിക്കുന്നു. മിസ് സോന ഷാജി ഞങ്ങളുടെ ATL ആണേ. അപ്പോൾ ഫുഡ് പൊളിച്ച് അവൾ തന്നെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ച് പോവാൻ നിൽക്കുവാണ്. നമ്മൾ പോകുന്ന വഴിക്ക് അതിരപ്പിള്ളിയിലും വാഴച്ചാലൊക്കെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് നമുക്ക് അപ്പവും കടലുമാണ് കേട്ടോ. അപ്പോൾ അവിടെ ചായ ഉണ്ടായില്ല. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ രതീഷ് ഏട്ടൻ്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് രതീഷ് ഏട്ടൻ. നമ്മുടെ വില്ലയുടെ നേരെ മുൻപിലുണ്ടായിരുന്ന കട തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ബാഗും തൂക്കി തിരിച്ച് ഇറങ്ങാൻ നിൽക്കുവാണ്. അങ്ങനെ അതിരപ്പള്ളിക്കുള്ള ടിക്കറ്റ് എടുത്തു. ഒരു അഡൾട്ടിനുള്ള ടിക്കറ്റ് പ്രൈസ് വരുന്നത് 60 റുപ്പീസാണ്. കൂടാതെ നമ്മൾ കൊണ്ടുപോയ എന്തെങ്കിലും വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റും ചെയ്യേണ്ടി വരും അവിടെ. ആ ഒരു ടിക്കറ്റ് മതി നമുക്ക് വാഴച്ചാൽ, അതിരപ്പള്ളി ആ ഒരു ഭാഗത്തുള്ള ഏറെക്കുറെ എല്ലാ വാട്ടർഫോൾസും കാണാൻ വേണ്ടിയിട്ട്. മനോഹരമായ കാഴ്ച. അമ്മ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്നത്. നവമി അതിൻ്റെ പിക്ക് പകർത്തുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് വാഴച്ചാലിലാണ്. വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. റൈഡർ റേഷൻ ഹമ്പിന് മേലെ കൂടെ വണ്ടിയും പറപ്പിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാഴച്ചാലിലേക്ക് കയറാൻ പോവാണ്. എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല രസമുണ്ട് ആ ഒരു ബാമ്പു കൊണ്ടുള്ള ഡിസൈനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ എൻട്രൻസ് കയറുമ്പോഴേക്കും വാട്ടർഫോൾസിൻ്റെ ശബ്ദം കേൾക്കാം കേട്ടോ. കയറുന്ന അവിടെ തന്നെ ആയിട്ട് ജെൻസിനായാലും ലേഡീസിനായാലും ടോയ്ലറ്റ്. അതിൻ്റെ അപ്പുറത്ത് ഒരു ഷോപ്പ് വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റ്സ് വാങ്ങണമെങ്കിലോ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണമെങ്കിലൊക്കെ അവിടെ ഷോപ്പ് വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്കായിട്ടൊരു പാർക്കും വരുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. കുട്ടികൾക്കേ ഉള്ളൂ, 12 വയസ്സിനടിയിലേക്കുള്ളവരാണ് കേട്ടോ. ഇതാ അങ്ങനെ നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? അതിരപ്പള്ളി വാഴച്ചാല്. വാഴച്ചാൽ. നമ്മളെല്ലാരും ഇപ്പൊ വാഴച്ചാലിലാണ് നിൽക്കുന്നത്. ബ്യൂട്ടി ഓഫ് വാഴച്ചാൽ. വാഴച്ചാൽ വാട്ടർഫോൾസ് കണ്ട് ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് നേരെ അതിരപ്പള്ളിയിലേക്ക് പോയി. അതിരപ്പള്ളി ഇച്ചിരി നടക്കാണ്ട്, അതുകൊണ്ട് തന്നെ അത് ലാസ്റ്റ് പോവാന്ന് വെച്ചതാണ്. കുറച്ച് പേർക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യാണ്ട് പറഞ്ഞിട്ട് അവർ പോയ സമയത്തിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സൊറ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റും കാണിച്ച് ഉള്ളിലേക്ക് കയറി.
ഇവിടെയൊന്നും കുഴപ്പമില്ല കേട്ടോ നടക്കാൻ. പറയാനാ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പോൾ 3, 2, 5 പേരേ ഉള്ളൂ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോയ്സ്. നമ്മൾ ആ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. യെസ്, അടിവാരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് രണ്ട് പേരൊക്കെ ആയിട്ടാണ് പോകുന്നത്. ചുരുങ്ങുകയാണ് ആളുകൾ. എന്താ പോകുന്ന വഴിക്ക് കുറേ കുഞ്ഞിക്കുരങ്ങും വലിയ കുരങ്ങും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ ഇങ്ങനെ ശാന്തരായി ഇരിക്കുന്നത് നിങ്ങൾ നോക്കുക വേണ്ട. ഫുഡ് ഐറ്റംസ് ഒന്നും വിസിബിൾ ആയ രീതിയിൽ അവരുടെ മുന്നിൽ കൂടെ കൊണ്ടുപോകാനേ പറ്റില്ല. എനിക്കും അക്ഷയ്ക്കും അത് നല്ല രീതിക്ക് അനുഭവമായി. അതെന്താണെന്നല്ലേ വരുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി, ഇതതിൻ്റെ മേൽഭാഗമാണ് കേട്ടോ. വാട്ടർഫോൾസ് വെള്ളം ചാടുന്നത് കാണണമെന്നുണ്ടെങ്കിൽ അടിഭാഗത്തിലേക്ക് പോകണം. നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുരങ്ങന്മാരെ ശ്രദ്ധിക്കുക, ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ നോക്കാന്നൊക്കെ. അതുകൂടാതെ അവിടെ വേറെ അറിയിപ്പുകളും ഉണ്ട് കേട്ടോ. അതിരപ്പള്ളിയുടെ അടിയിലേക്ക് ഇറങ്ങാൻ പോവാണ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമ്മൾ അടിയിലേക്ക് ഇറങ്ങുവാണ്. ഇതിപ്പോൾ പകുതി പോലെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇനി നടക്കണ്ട, നമുക്ക് കാണാം കേട്ടോ. ഇത് സിഗ്സാഗ് പോലെയാണ് ഇതിന്റെ ഒരു പാത ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളെത്തി എവിടെയാന്നല്ലേ? എൻ്റെ മോനെ ഈ വ്യൂ ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ശബ്ദവും അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ട, അതുമാത്രമല്ല നമ്മൾ വരുന്ന വഴിക്കാണെങ്കിലും നമുക്ക് ഇരിക്കാൻ വേണ്ട കുറേ ഷെഡുകളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓലയും കൊണ്ട് മേഞ്ഞത്. അങ്ങനെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, കുറേ സിനിമ ഷൂട്ടുകൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണിത്. നമ്മളവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, കുറേ പാറക്കല്ലിൻ്റെ മേലിലൊക്കെ കയറി നിന്നിട്ട്. ഇതാണ് അപ്പോൾ അതിരപ്പള്ളി. ഇല്ലാണ്ടായി. നമ്മളവിടുന്ന് തിരിച്ചു കഴിയുമ്പോഴേക്കും ആകെ വേർത്ത് ഒലിച്ചിട്ടാ. പിന്നെ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിയതാണ്. അത് കുരങ്ങനെ എടുത്തുകൊണ്ട് പോയി. ഇത് കണ്ടോ, നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ ഒരു 30 റുപ്പീസ് വെള്ളത്തിന് മേടിച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് 10 റുപ്പീസ് റിട്ടേൺ ചെയ്യും. സോ വി ക്യാൻ റെഡ്യൂസ് ദ പ്ലാസ്റ്റിക് യൂസേജ്. കുരങ്ങനെടുത്തതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അടിയിലേക്ക് എത്തിയപ്പോൾ എന്തായാലും നമ്മുടെ കാർ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും ചില്ലായി. നമ്മൾ അങ്കമാലി എത്തി, ഡ്യൂട്ടിക്ക് കയറണമല്ലോ. അങ്കമാലി PWD അവിടുത്തെ റെസ്റ്റ് ഹൗസിൽ നമുക്ക് ഫുഡുണ്ട്. അവരവിടെ 80 രൂപയ്ക്ക് നല്ല മാങ്ങാക്കറിയൊക്കെ കൂട്ടിയിട്ടുള്ള ഊണ് കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് വിശപ്പുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പക്ഷെ കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്റ്റേക്കേഷൻ ട്രിപ്പ് വൈബെല്ലാം കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മാക്സിമം നമ്മുടെ ട്രിപ്പ് വൈബ് എൻജോയ് ചെയ്തു. നമ്മുടെ സ്റ്റേക്കേഷനും എല്ലാം പൊളിയായിരുന്നു. വീഡിയോ കണ്ട് നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:45. ഇതിൽ കാണുന്നുണ്ടെന്നറിയില്ല. ഓക്കെ, 2:45, 3 മണി ആവാനായി. സോ നമുക്ക് 3 മണിക്ക് ഷിഫ്റ്റിന് കയറേണ്ടതാണ്. അറിയാലോ, ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റേക്കേഷനിൽ പോയി. ലീവൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു എല്ലാ സൂപ്പർവൈസേഴ്സും DM-ഉം അങ്ങനെ നമ്മുടെ എല്ലാ കൊളീഗ്സും കൂടിയിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ബൈ. ഒരു പോയിന്റ് പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ.